കണ്ണൂരിൽ ബോംബ് പൊട്ടി വയോധികൻ മരിച്ച സംഭവത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു. സിപിഎമ്മിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബോംബ് നിർമ്മാണം നടക്കുന്നതെന്ന് സണ്ണി ജോസഫ് MLA പറഞ്ഞു. 2 വർഷം മുൻപും സമാനമായ സംഭവം നടന്നുവെന്നും സിപിഎം ഇതൊക്കെ ചർച്ച ചെയ്യുമോ എന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. ഭരണ പ്രതിപക്ഷ വാക്പോരിന് ശേഷം പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, എന്തൊക്കെ വിശദമായിട്ടുള്ള വാക്പോരൊക്കെയാണ് ഇന്നുണ്ടായത് സഭയിൽ? തലശ്ശേരി എരഞ്ഞോളിയിൽ വൃദ്ധൻ സ്റ്റീൽ ബോംബ് പൊട്ടി മരിച്ച സംഭവത്തിലായിരുന്നു ഇന്ന് പേരാവൂർ MLA സണ്ണി ജോസഫ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഈ വിഷയം അടിയന്തരമായിട്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഭരണപക്ഷം അത്തരത്തിൽ സഭ അല്ലെങ്കിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ സമാനമായി സംഭവിച്ച ബോംബ് പൊട്ടിയുള്ള മരണങ്ങളും അപകടങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷം ഭരണപക്ഷത്തെ ചോദ്യം ചെയ്തത്. പക്ഷേ ഭരണപക്ഷം തന്ത്രപരമായി ഈ വിഷയങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ബോംബ് പൊട്ടി മരിച്ച സംഭവം താൻ തന്നെയാണ് സഭയിൽ അടിയന്തര പ്രമേയത്തിലൂടെ അനുവദിച്ചത്. അന്നും ഈ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യാൻ സഭാധ്യക്ഷൻ അനുമതി നൽകിയിരുന്നില്ല എന്നും കൂടി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ സണ്ണി ജോസഫ് MLA ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ നടന്ന CPM-ന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന MLA-മാരുടെ തന്നെയൊക്കെ MLA-മാരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന ഇത്തരത്തിലുള്ള ബോംബ് പൊട്ടിയുള്ള അപകടങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തത്. പക്ഷേ മുൻകാലങ്ങളിൽ നടന്ന ചരിത്രത്തെ ചർച്ച ചെയ്യാനല്ല അടിയന്തര പ്രമേയം എന്ന് സഭാധ്യക്ഷൻ തന്നെ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഇത്തരം സംഭവങ്ങളിൽ ആവർത്തിക്കുന്നതിനെ ബോംബ് നിർമ്മാണത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നതിനുമായിട്ടുള്ള ശക്തമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനായിട്ട് സംസ്ഥാന പോലീസ് മേധാവിയോട് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. കുടിൽ വ്യവസായം പോലെയാണ് ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണങ്ങൾ നടക്കുന്നത്. ഈ നിർമ്മാണങ്ങളെ പറ്റിയിട്ടൊക്കെ CPM-നും അതുപോലെ തന്നെ CPM-ന്റെ എല്ലാ അധികാരികൾക്കും ചുമതലയിലിരിക്കുന്ന ആളുകൾക്കും അറിയാമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുമോ എന്നും അടിയന്തര പ്രമേയം അവതരിപ്പിച്ച സണ്ണി ജോസഫ് MLA ഭരണപക്ഷത്തോട് ചോദിക്കുകയുണ്ടായിരുന്നു. എന്തായാലും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ച സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നൊരു ഘട്ടവും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ നടന്ന സംഭവത്തിലായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ കണ്ണൂരിൽ നടന്ന ഒരു അത്യന്തം ദുഃഖകരമായിട്ടുള്ള സംഭവത്തിലായിരുന്നു. അത് തന്നെയാണ് കൃത്യമായൊരു ചോദ്യശരങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും കൃത്യമായൊരു മറുപടി പറയാൻ ഭരണപക്ഷത്തിനാകുന്നില്ല. ഒരുപക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായത് തന്നെ വളരെയധികം നടുക്കം സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. അയൽപക്കത്ത് ഒരു വീട്ടിൽ തേങ്ങ പറക്കാൻ പോയപ്പോഴാണ് ആ ഒരു വയോധികൻ ഒരു ബോംബ് പൊട്ടി മരിക്കുന്നത് ഒരു സാഹചര്യം ഉണ്ടായത്. വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന ഈ ഒരു സംഭവം തന്നെ ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിലും ഒരു വളരെയധികം ആശങ്ക ഉണ്ടാകുന്നുണ്ട്. ഏത് പ്രദേശത്താണ് ഇത്തരത്തിലുള്ള ബോംബുകൾ നിർമ്മാണം നടക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണം തുടർക്കഥയാകുന്നു, ബോംബ് പൊട്ടിയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു, ഇതൊക്കെ തന്നെയും വളരെ വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നു. എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഒരു കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ ഒരു സഭയിൽ പ്രതിപക്ഷം ഓരോ വിഷയം ഈ മുൻപ് വർഷങ്ങളിൽ നടന്നതൊക്കെ തന്നെയും ഓരോന്നും അക്കമിട്ട് പ്രതിപക്ഷം നിർത്തിയിട്ട് പോലും കൃത്യമായൊരു മറുപടി കിട്ടുന്നില്ല ഭരണപക്ഷത്ത് എന്ന്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളൊരു ന്യായീകരണം മാത്രമാണ്. അങ്ങനെയെങ്കിൽ കൃത്യമായൊരു മറുപടി ഭരണപക്ഷത്തിന് നൽകാനായില്ലെങ്കിൽ ഈ ബോംബ് നിർമ്മാണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോംബ് അപകടങ്ങൾ ഉണ്ടാകുന്നതൊക്കെ തന്നെ തുടർക്കഥയാകുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായൊരു അന്വേഷണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഇടപെട്ടുകൊണ്ടുള്ളൊരു അന്വേഷണം ഉണ്ടാകേണ്ടത് അതിൻ്റെ ഒരു ആവശ്യകത കൂടി നിലനിൽക്കുകയല്ലേ? തീർച്ചയായും വിഷ്ണു, ജനങ്ങൾക്ക് ആശങ്കയുണ്ടാകുന്ന ഇത്തരം വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വളരെ അല്ലെങ്കിൽ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു മറുപടിയാണ് ഉണ്ടായിട്ടുള്ളത്. സംഭവം അത്യന്തം ദൗർഭാഗ്യകരമാണ്. സംഭവത്തെ തുടർന്ന് പോലീസിനോട് കാര്യമായി തന്നെ അന്വേഷണം നടത്താൻ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും ഒരുപക്ഷെ ഭരണപക്ഷത്തിന്റെ പക്കൽ മറുപടി ഇല്ലായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള ബോംബ്
ബോംബുകൾ പൊട്ടി അപകടപ്പെട്ടിട്ടുള്ള സംഭവങ്ങളിൽ പാർട്ടി അതിനെ രക്തസാക്ഷിയായി മാറ്റുകയും പാർട്ടി അവർക്ക് സഹായം നൽകുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളതെന്നും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരുന്നു. ഇതിനും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വന്ന മറുപടി, ആദ്യം ആരാണ് ബോംബ് നിർമ്മാണം ആരംഭിച്ചത്, ആദ്യം ഏത് DCCയിലാണ് ബോംബ് നിർമ്മാണം ആരംഭിച്ചത് തുടങ്ങിയ രീതിയിലുള്ള മറു ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഒരുപക്ഷെ മുഖ്യമന്ത്രിയും ഭരണപക്ഷവും ഈ വിഷയങ്ങളെ എതിർത്തതെന്ന് വേണം മനസ്സിലാക്കിയത്. നമുക്കറിയാം, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയായിരിക്കുമ്പോൾ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളിലൊക്കെ മറുപടി പറയുന്നത് നിരുത്തരവാദിത്തപരമായിട്ടെന്ന് നമുക്കൊരു പക്ഷേ പറയേണ്ടി വരും. കാരണം സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടത്താനും ബോംബ് നിർമ്മാണത്തിന്റെ ഉറവിടം കണ്ടെത്താനുമുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും സമാനമായ രീതിയിൽ ആഴ്ചകൾ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ മാസങ്ങൾ ഇടപെട്ടുകൊണ്ട് കണ്ണൂരിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ബോംബ് നിർമ്മാണവും പൊട്ടിത്തെറിയും മരണവും ഒക്കെ ഉണ്ടാകുന്ന തുടർക്കഥയാവുമ്പോഴും അന്വേഷണം നടത്തുന്നുവെന്നല്ലാതെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വകുപ്പിന് ചുമതലയുള്ളവരുടെ ഭാഗത്തുനിന്നോ ഇത്തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിലെ ഈ CPM അധ്യാപകന്റെ ബാഗിൽ ഇരുന്നു കൊണ്ട് ബോംബ് പൊട്ടിയ സംഭവവും ഈ നിയമസഭയിൽ ഉന്നയിക്കുന്ന സമയത്ത് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ബഹളമുണ്ടാക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായത്. അത്യന്തം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയം ഒരുപക്ഷെ അടിയന്തര പ്രമേയത്തിന് അനുമതി അല്ലെങ്കിൽ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ളൊരു നിലപാടായിരുന്നു സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഈ വിഷയങ്ങളിൽ അന്വേഷണം ആരംഭിക്കാം, അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ അന്വേഷണം ആരംഭിച്ചുകൊണ്ട് യഥാർത്ഥ അല്ലെങ്കിൽ ബോംബ് നിർമ്മാണിക്കുന്ന ആൾക്കാരെ കണ്ടെത്തുന്നുള്ളൊരു ഉത്തരം പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഈ പ്രസംഗത്തെ അല്ലെങ്കിൽ മറുപടി പ്രസംഗത്തെ അവസാനിപ്പിച്ചത്.